അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അഹ്ലു സുഫത്തിന്റെ ലീഡർ. ഒന്നും തിന്നാനില്ലാത്തപ്പോ ഒരു ട്രിക്ക് എടുത്തു. എന്താ ട്രിക്ക് എന്നറിയാം? സിദ്ദീഖ് റളിയല്ലാഹു വരുമ്പോ ഒരായത്ത് കാണിച്ചിട്ട് ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ. ആയത്തിന്റെ അർത്ഥം അവർക്ക് അറിയൊക്കെ ചെയ്യാം. പിന്നെന്തിനാ ചോദിച്ചത്? അർത്ഥം പറഞ്ഞ് ലാസ്റ്റ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ കയറിയാല് അടുത്തെത്തിയാൽ ഒരു വെള്ളം കുടിച്ചിട്ട് പോയേക്കാന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാ. സിദ്ദീഖ് റളിയല്ലാഹു കണ്ട പാടന്നെ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി. ആ ട്രിക്ക് പോയി. അടുത്തത് ഉമർ റളിയല്ലാഹു വരുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുതരോ. ഉമർ റളിയല്ലാഹു കൊണ്ട് നോക്കിയ പാടന്നെ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളത്തിനാ സ്വർഗത്തിലെ രാജകുമാരന്മാരുടെ കഥ. ആലോചിച്ച് നോക്കിയേ. അടുത്തത് വരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. തങ്ങളെയും കാത്തിരുന്നിട്ട് തങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം മുഖം നോക്കിയാൽ അറിയില്ലേ ആയത്തിന്റെ അർത്ഥമാണോ വേണ്ടത്, അല്ല വേറെന്തെങ്കിലും ആണോ. അബൂ ഹുറൈറ ഇങ്ങോട്ട് വരീൻ, ആ ആയത്തിന്റെ അർത്ഥം ഇങ്ങോട്ട് വാ. വീട്ടിൽ പോയി അവിടെ എന്തെങ്കിലും ഉണ്ടാവോ? കല്ല് വെച്ച് കെട്ടി നടക്കുന്ന നേതാവിന്റെ വീട്ടിൽ എന്തുണ്ടാവാനാ? അപ്പൊ ആരോ ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാല് കിട്ടിയ പാടെ അബൂ ഹുറൈറക്ക് തോന്നി ഇത് എനിക്ക് കിട്ടുമെന്ന്. ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അബൂ ഹുറൈറക്ക് അങ്ങ് പട്ടിണിയില്ല. ആ വീട്ടിൽ പട്ടിണിയാണെങ്കിൽ ഓർക്കും പട്ടിണിയായിരിക്കും. ഈ ഒരു ഗ്ലാസ് പാല് എനിക്ക് തരും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നത്, അഹ്ലു സുഫത്തിലെ 70 ആളില്ലേ വിളിച്ചിട്ട് വരികയായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ ചിന്തിക്കുകയാണ്, 70 ആൾക്ക് എനിക്ക് തന്നെ ഇത് കുടിക്കാൻ മതിയാവോ? പക്ഷെ തങ്ങളല്ലേ പറഞ്ഞത് വിളിക്കണം. എല്ലാവരും വിളിച്ചിട്ട് വന്നു. എല്ലാവർക്കും കൊടുക്കൂ. എല്ലാവരും കുടിക്കുമ്പോൾ പാല് പോലെ ഉണ്ട്. എല്ലാവർക്കും വയറ് നിറയുന്നുണ്ട്. ഓരോ 1/3 അർത്ഥം. എല്ലാവരും കൊടുത്തോ? 69 ആളും കുടിച്ചോ? 69. ഇനി ആരാ ബാക്കിയുള്ളേ? തങ്ങളും ഞാനും. മോൻ കുടിച്ചോ? മതി നബിയെ. കുടിക്കുമോനെ. കുടിച്ചു നബി. എനിക്ക് ഇടത്തി എനിക്ക് ആവില്ല.